എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 11 തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മറ്റന്നാൾ നടക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായും ബന്ദാകും. വ്യാഴാഴ്ചത്തെ പണിമുടക്കിൽ ശബരിമല തീർത്ഥാടകരെയും മാരാമൻ കൺവെൻഷനെയും ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു. കോഴഞ്ചേരി, തോട്ടശ്ശേരി പഞ്ചായത്തുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. ഷോപ്പിംഗ് മാളുകൾ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും. പാൽപത്രം, ആശുപത്രി, മരുന്ന് ഷോപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസുകൾ ഒഴിച്ച് എല്ലാ മേഖലകളിലും തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകും. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായും 24 മണിക്കൂറും നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ല. എല്ലാ രംഗത്തെയും തൊഴിലാളികൾ ഫെബ്രുവരി 12 പണി നിർത്തിവെക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും CPM, CPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധം, റെയിൽവേ, തുറമുഖം, വ്യോമയാന രംഗത്തെ ജീവനക്കാരും ഇതിൽ അനുബന്ധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കരാർ തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാകും. ഓട്ടോ, ബസ്, കാർ, ലോറി തുടങ്ങിയ മോട്ടോർ തൊഴിലാളികൾ, ഷോപ്പ് എംപ്ലോയീസ്, മത്സ്യ വിപണനം, വിതരണ രംഗം, വഴിയോര കച്ചവടം, പ്രസ് ജീവനക്കാർ, സ്കീം വർക്കർമാർ, നിർമ്മാണം, കയറ്റിയിറക്ക്, ഗിഗ് പ്ലാറ്റ്ഫോം എന്നിവിടങ്ങളിലെ തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാകും. IT, ചെറുകിട വ്യവസായം, സ്വകാര്യ മേഖല, പൊതുമേഖലാ വ്യവസായം, ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികൾ, തുറമുഖ തൊഴിലാളികൾ, തോട്ടം മേഖല, ഇലക്ട്രിസിറ്റി, പ്രതിരോധ മേഖലാ തൊഴിലാളികൾ, ന്യൂ ജനറേഷൻ ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ജീവനക്കാർ എന്നിവരും പണിമുടക്കിന്റെ ഭാഗമാകും എന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. KSRTCയിലെ ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സർവീസ് മുടങ്ങാനാണ് സാധ്യത. ഫെബ്രുവരി 12 നടക്കുന്ന പണിമുടക്കിൽ NGO, സംഘ് പങ്കെടുക്കില്ല. സംസ്ഥാന ജീവനക്കാരുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് ആഹ്വാനം ജീവനക്കാർ തള്ളിക്കളയണമെന്ന് കേരള NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് J. മഹാദേവൻ, ജനറൽ സെക്രട്ടറി S. രാജേഷ് എന്നിവർ ആവശ്യപ്പെട്ടു. അപ്പോൾ മറ്റന്നാൾ, അതായത് നാളെ അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്കാണ് നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് ഇത് ഒരു ബന്ദിന്റെ പ്രതീതിയായിരിക്കും ഉണ്ടാകുക. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും. അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സ്കൂൾ, കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കും. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽ ഉള്ളവർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കാൻ ഉത്തരവായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 40% അതിലധികമോ അംഗവൈകല്യം ബാധിച്ചവർ താമസിക്കുന്ന കുടുംബങ്ങൾ, ഓർഫനേജുകൾ കൺട്രോൾ ബോർഡിങ്ങിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് സൗജന്യമായി സേവനം നൽകുന്നതുമായിട്ടുള്ള അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നീ വിഭാഗക്കാർക്കും ഉത്തരവ് പ്രകാരം ഇളവ് അനുവദിക്കുന്നതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് വിതരണം ചെയ്യാനിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 1000 രൂപ 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷ തുടങ്ങി 2 മാസമാകുമ്പോൾ അപേക്ഷ സ്വീകരിച്ച ചില ആളുകളുടേത് മിസ്മാച്ചിങ് കാരണം റിജക്റ്റ് ആകുന്ന പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ആളുകളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഈ കാര്യം ഷെയർ ചെയ്യാൻ മറക്കരുത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുമ്പോൾ ഇതിന് സമർപ്പിക്കേണ്ട രേഖകളിൽ പൊരുത്തക്കേടുകൾ കൊണ്ടാണ് റിജക്റ്റായി കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്.
അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ എല്ലാ മാസവും 1000 രൂപ ലഭിച്ചു തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും അപേക്ഷ നിരസിച്ചു എന്ന് കാണിക്കുന്നുണ്ട് എങ്കിൽ റിജക്റ്റിൻ്റെ റീസൺ എന്താണെന്ന് നോക്കി അത് പരിഹരിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യാം. വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. മിക്കവാറും ആളുകളുടേത് പേരുകളിലെ അല്ലെങ്കിൽ വിലാസങ്ങളിലെ പൊരുത്തക്കേടുകൾ കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾ ചെറിയ പിശകുകളാണ് എങ്കിൽ, അതായത് പേരിലെ ഒരക്ഷരമോ അല്ലെങ്കിൽ വള്ളിയോ പുള്ളിയോ മാറ്റമാണോ അല്ലെങ്കിൽ വിലാസത്തിലും ഇതിലും ഒരക്ഷരമൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 1 and same സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മതി. കൂടുതൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ, അതായത് ആധാറിൽ അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആധാർ കാർഡ് തിരുത്തേണ്ടി വരും. പേര്, അഡ്രസ്സ് എന്നിവയിൽ ഒരക്ഷരമൊക്കെ ആയിട്ട് വ്യത്യാസം ഉള്ള ആളുകളാണ് എങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. അല്ലാത്തവർ ആദ്യം ചെയ്യേണ്ടത് എല്ലാ രേഖകളും പേര് ഒരുപോലെ ആക്കുക എന്നുള്ളതാണ്. റേഷൻ കാർഡിൽ അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിൽ ഏത് രീതിയിലാണോ എന്നുള്ളത് പരിശോധിക്കുക. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവയിലെല്ലാം ഒരേപോലെ ആകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം വീണ്ടും അപേക്ഷ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് അവിടെ തന്നെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. സ്വന്തമായി കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം. സ്വന്തമായി കഴിയുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് എവിടെ നിന്നാണോ ചെയ്തത് അവിടെ നിന്ന് തന്നെ ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറേണ്ടത്. അല്ലെങ്കിൽ കെ-സ്മാർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഈ വെബ്സൈറ്റിലേക്ക് എത്താം. ഇത് തുറക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിലുള്ള മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപയുടെ പ്രതിമാസ സഹായം എന്നുള്ള ഈ പിങ്ക് കളറിൽ കാണുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോയോട് കൂടിയിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു രീതിയിൽ കാണാം. ഇതിൽ ഉപഭോക്തൃ ID, അതായത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ ഇവയാണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മുടെ ഉപഭോക്തൃ ID നൽകിക്കൊണ്ട്, അതായത് മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ആ മൊബൈലിലേക്ക് വരുന്ന OTP, അതായത് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നൽകിയിട്ടുള്ള അതേ മൊബൈൽ നമ്പറിലേക്കാണ് ഇത് വരുന്നത്. ആ OTP എൻ്റർ ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ട് കഴിയാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് അവിടെ തന്നെ പോയിട്ട് ഈ കാര്യം ഒന്ന് പരിശോധിക്കുക. റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ റീസൺ നോക്കുക, എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുള്ളത് എന്ന് അതിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് എന്താണോ ആവശ്യം എന്ന് അവർ പറയും. ആ രേഖകൾ നമ്മൾ സമർപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. 1000 രൂപ മുടങ്ങാതെ നമുക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആധാർ തിരുത്തേണ്ടി വന്നാൽ ആദ്യം ആധാർ തിരുത്തുക. ആധാർ തിരുത്തി 15 ദിവസത്തിന് ശേഷമാണ് പിന്നീട് നമുക്ക് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ചെറിയ വ്യത്യാസങ്ങളാണ് എങ്കിൽ നമുക്ക് 1 and same സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. അതും ഒരു 2-3-4 ദിവസത്തെ താമസം ഉണ്ടാവും. 1 and same സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി വില്ലേജ് ചെയ്താൽ മാത്രമേ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് അപേക്ഷ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഇത് നമുക്ക് സ്റ്റാറ്റസ് നോക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷനുകൾ വരികയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരുത്തലുകളോ മറ്റെന്തെങ്കിലും വിശദീകരണങ്ങളോ വരികയാണ് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ 1000 രൂപയുടെ വിതരണം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ റിജക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ മാസം ഈ മാസം വിതരണം നടക്കുകയാണ് എങ്കിൽ അത് ലഭിക്കുകയില്ല എന്നുള്ളതും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് വീണ്ടും സമർപ്പിച്ചാൽ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം അവർക്കും ലഭിക്കുന്നതാണ്. ചില ആളുകളുടെ പ്രശ്നം ഇതൊന്നുമല്ല, സ്ത്രീ എന്നുള്ളതിന് പകരം റേഷൻ കാർഡിൽ പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് റിജക്റ്റ് ആവുന്നുണ്ട്. അവരുടേത് അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡിൽ തെറ്റുള്ള ഭാഗം തിരുത്തുക എന്നുള്ളതാണ്. അതായത് സ്ത്രീ എന്ന് രേഖപ്പെടുത്തേണ്ടതിന് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് സ്ത്രീ തന്നെ ആക്കുക. അത് മാറ്റിയതിന് ശേഷം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ചില ആളുകൾ അപേക്ഷ നൽകി ഇനിയൊന്നും നോക്കേണ്ട എന്ന് കരുതി കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അറിയാതെ പോവുകയാണെങ്കിൽ
ഇത് വീണ്ടും സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ആദ്യത്തേക്ക് മാസത്തെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഇത് കിട്ടാത്തത് കൊണ്ടാകും, കിട്ടാതിരിക്കുമ്പോഴാകും എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ മാസം മുതൽ തന്നെ ഈ ഒരു പ്രശ്നം ഇല്ലാതെ ഒഴിവാക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ